അസ്സലാമലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇതാണ് MRT, സിംഗപ്പൂർ MRT ആണിത്. അപ്പോൾ ഇത് 6 Avenue ആണ്. അപ്പോൾ ഇങ്ങനെ കോണിയുണ്ട്, കോണി കയറി പോവുക മുകളിൽ. പിന്നെയും ബസ്സിന് പോകണം. അപ്പോൾ പിന്നെയും ബസ്സിന് പോകുന്നതെന്ന് പറഞ്ഞാൽ പൈസ കുറച്ചേ വേണ്ടു. 10 സെൻറ്റ് മതി. 10 സെൻറ്റ് ഉണ്ടെങ്കിൽ എന്ത് എടുത്തു നമ്മൾ വീട്ടിലെത്തു. അതല്ല, നമ്മൾ ബസ്സിൽ മാത്രം ട്രെയിനിൽ കയറാണ്ട് ബസ്സിൽ മാത്രം കയറിയാൽ ₹1 കട്ടാവും. അതാണ് ഇവിടുത്തെ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ബസ്സിൽ ഇനിയിപ്പം ബസ്സിൽ പോകാനാണ് നല്ലത്. കാരണം വെച്ചാൽ എൻ്റെ സൈക്കിൾ പഞ്ചറായിപ്പോയി. അപ്പം എന്ത് ചെയ്യാൻ, ഇപ്പം വേറെ രക്ഷയില്ലല്ലോ. ഇതാണ് 6 Avenue വേ ഔട്ട്. അപ്പോൾ ഇങ്ങനെ ഇതാ ഈ കാർഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, പുറത്തേക്ക് പോവുക. കഴിഞ്ഞ പരിപാടി. 6 Avenue. ഓക്കെ, ഇതിനാണ് ഇത് റീചാർജ് ചെയ്യുന്നത്. റീചാർജ് ഇവിടുന്ന് ചെയ്യാം. റീചാർജ് ഇവിടുന്ന് ചെയ്യാം. പൈസ ഇട്ട് ചെയ്യുന്നത്. ഇത് കാർഡ്. പൈസ ഇതിനകത്താണ് വേണ്ടിയതാ. എല്ലാം നാട്ടിലിപ്പായി പഴയ പോലൊന്നുമല്ല. അപ്പോൾ ഇതാ നമ്മുടെ സ്ഥലമെത്തി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് ഇതാ. ഇത് ഇവിടെ ബാർബർ ഷോപ്പ് ഉണ്ട്, കണ്ടോ? ഇവിടെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് മുടി വെട്ടുന്നവർക്ക് ജ്യൂസ് കുടിക്കുന്ന ജ്യൂസ് ഇവിടെ ഉണ്ട്. ഇതാ ₹2 ഇട്ട ജ്യൂസ് കിട്ടും. ഇന്നെൻ്റെ ചില്ലറ ഇല്ലതാ, എല്ലാം കുടിക്കുമല്ലോ. അപ്പോൾ അവിടുന്ന് ജ്യൂസും കുടിക്കാം. അവിടെ പൈസ എടുക്കുന്ന മെഷീനുണ്ട്, എല്ലാ സംവിധാനമാണ്. ഇനിയിപ്പോൾ അടുത്ത കോണി കയറണം. അടുത്ത കോണി കയറിയാൽ എന്താവും, നമ്മൾ മുകളിലെത്തും. I made it. He made it before. What? He made it. ഇവിടുന്ന് ബസ് കിട്ടു. ഇവിടുന്ന് ആകെ 2-3 സ്റ്റോപ്പേ ഉള്ളൂ. നടക്കുവാനാണല്ലോ, എന്തായാലും ഫ്രീ അല്ലേ, നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ 6 Avenue ഉണ്ടോ? 6 Avenue. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് പൊസിഷനിലേക്കാണ് പോകേണ്ടത് വെച്ചാൽ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതാ ഇവിടെ നമ്പർ എഴുതിയിട്ടുണ്ട്. നമ്പർ ഇവിടെയുണ്ട്. ഇതാ നല്ല വൃത്തിയുള്ള സ്ഥലം. ഇത് കണ്ടാ, സിംഗപ്പൂർ തന്നെ നല്ല ടോപ്പ് സ്ഥലമാണ്. ഞാൻ ഒരുപാട് രാജ്യത്ത് പണിക്ക് ഇത്രയും വൃത്തിയുള്ള രാജ്യം ഇതുവരെ കണ്ടില്ല. സ്വിറ്റ്സർലാൻഡ് പോയിക്ക് ആടുന്ന് നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ഫുള്ള് ക്യാമറയാണ് കേട്ടാ, ഫുള്ള് ക്യാമറയാണ്. ഇവിടെ അനങ്ങനാവില്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഇവിടെ ഫുള്ളായിട്ട് ക്യാമറ എല്ലാടി. നമ്മൾ പുരയുമ്പോൾ ഇറങ്ങുമ്പം തന്നെ നമ്മളെ സ്കാൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എവിടെ പോകുന്നത്, എവിടുന്ന് വരുന്നത്, എന്തെല്ലാം വാങ്ങുന്നത്, അതാണ് സിംഗപ്പൂർ. ഒരു പ്രത്യേകത ഉണ്ട് അങ്ങനെ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നങ്ങളില്ല. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായിട്ട് ജീവിക്കുക, ഹിന്ദുക്കളായിട്ട് ജീവിക്കുക, ക്രിസ്ത്യാനായിട്ട് ജീവിക്കുക, ചൈനക്കാർ ജീവിക്കുക. എല്ലാ പള്ളികളും അമ്പലവും എല്ലാം ഇവിടെ ഉണ്ട്. ഓരോ പ്രശ്നവുമില്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ എൻ്റെ ബസ്സിപ്പം വരും. ഇതാണ് ബസ് നമ്പർ. അപ്പോൾ 157 എനിക്ക് പോകേണ്ടത്. 157 ഇവിടെ കാണിക്കുന്നുണ്ടാ. 157 എനിക്ക് വിടുന്നുള്ളൂ. ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ കുറേ ബസ് ഉണ്ടാവും. ആ ബൈക്കിൽ നിന്ന് വരുന്നത് അവിടെ വൃത്തിയാണ്ടാ. സൂപ്പർ സ്ഥലമല്ലേ, അടിപൊളി സ്ഥലമാണ്. അപ്പം അങ്ങനെയാണ് സംഭവം. ഉണ്ടാ വൃത്തിയുണ്ട്. എന്താ വൃത്തി. ഇത് അപ്പുറത്ത് ഇറങ്ങിയിട്ട് ഇപ്പുറം വരുന്നവർക്കുള്ള സംവിധാനം. ഇത് മുകളിൽ കൂടി അപ്പുറം മുകളിൽ കയറി ലിഫ്റ്റ് ഉണ്ട്. എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. ബസ് 2 നില വരുന്നുണ്ട്. അതെനിക്ക് വേണ്ട.
നമ്മളെ വരുന്നില്ലാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാ ഫുഡുകളും വരും. അറേബ്യൻ, ഇന്ത്യൻ, ലെബനീസ്, ചൈനീസ് എല്ലാം വരും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണാം. എന്ത് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് നല്ലോണം ചെയ്യണം. കാരണം വെച്ചാൽ എൻ്റെ നമ്പർ ഞാൻ ഇടുന്നുണ്ട്. സംശയമുള്ളവർക്ക് എൻ്റെ വാട്സപ്പിലും ബന്ധപ്പെടാം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബസ് ബൈ ബൈ.